ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഒരു 3 പിടിയോളം, അതായത് നമ്മുടെ കൈക്ക് ഒരു 3 കൈ മുതിരയാണ് കേട്ടോ എടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ച് കല്ലൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കൊണ്ടുവരാം. ഇത് അധികം കല്ലിൽ ഉള്ള മുതിരയല്ല, ചില മുതിരയിൽ നല്ല കല്ലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് അരിച്ച് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. വെന്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. മുതിര നന്നായി വേവണം, എന്നാൽ ഉടയാനും പാടില്ല. ആ ഒരു പരുവത്തിലെടുക്കണം, നല്ലതുപോലെ വേവണം കേട്ടോ. വെള്ളം ഒരുപാട് കൂടരുത്, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചിട്ടാം. അപ്പോൾ കുതിർത്തിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കുതിർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് വിസിൽ കൂടുതൽ കേൾപ്പിക്കണം. കുതിർത്തെടുക്കുന്നൊരു 3-4 മണിക്കൂറൊക്കെ കുതിർത്തിട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം, വിസിലൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ ഞാനത് വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ട, മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതിൽ. ഇനി ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കായാണ്. പച്ച നേന്ത്രക്കായ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം ഞാൻ ആ കാണിച്ച ഒരളവിൽ നമ്മുടെ ഈ പിക്കിൽ ഞാൻ കാണിക്കാം. അതിൽ ഒരു 4 സെയിം അളവിന് ഒരു 4 പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പച്ച നേന്ത്രക്കായ ആണെങ്കിൽ, ഞാൻ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. പച്ച നേന്ത്രക്കായ ആണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഇത് ഞാൻ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പൊന്തങ്ക എന്നൊക്കെ പറയില്ലേ, അതാണ്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. വെള്ളം കുറവാണ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് വീഡിയോയിൽ ആ പോർഷൻ മിസ്സായിട്ടുണ്ട്. ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങണം. അതുപോലെ നമ്മുടെ കായൊക്കെ ഒന്ന് വെന്ത് വരണം. എന്നിട്ട് നമ്മുടെ മുതിരയിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കുന്ന ആ ഒരു പരുവം, അതുവരെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം കൂടുതലാവാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാലും നമുക്കത് പിന്നീട് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇത് അത്യാവശ്യം കായൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഒരു ഇത്തിരി നേരം കൂടി ഇരിക്കട്ടെ, വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയും ചെയ്യും. ആ ഒരു പരുവം. കായൊക്കെ വെന്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മതിയാവും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കണം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-12 ചെറിയുള്ളി, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 8-10 എണ്ണം എടുത്താലും മതി. കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം പാൻ എടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് സവോളയാണ്, കുറച്ച് വലിപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു അളവ് എടുത്താൽ മതി. കാരണം കുറച്ച് അരിഞ്ഞെടുക്കുക. ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയൊക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുക. അപ്പോൾ ഇതൊന്ന് ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് സവോള ഒന്ന് വഴണ്ട് തുടങ്ങുമ്പോൾ വേണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ. അതുകൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു സ്വല്പം ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ മുതിരയും കായും ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് സ്വല്പം ഒരു പൊട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ കഴുകിയെടുത്തുകൊണ്ട് തന്നെ കയ്യിലിങ്ങനെ ഒട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നാടൻ റെസിപ്പീസിനൊക്കെ എപ്പോഴും നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പില. അത്യാവശ്യം ഞാൻ നന്നായിട്ട് ചേർത്ത് കൊടുക്കും. നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടുമല്ലോ. അതുപോലെ തന്നെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കറിവേപ്പില. അപ്പോൾ ഒന്ന് വാടി വരുന്ന സമയത്ത്, അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മളിതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
ചതച്ച മുളക്, ക്രഷ്ഡ് ചില്ലി, നമ്മുടെ വറ്റൽമുളക് ചതച്ചതാണ്, വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചതച്ചെടുത്താലും മതി. നമുക്ക് ക്രഷ്ഡ് ചില്ലി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് ഞാനൊരു 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർക്കേണ്ട. ഒരു 1/2 ടീസ്പൂണൊക്കെ, അധികം എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ഇത്തിരി നേരം ആ ചതച്ച മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴട്ടാം. അതിന് ശേഷം ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുതിരയും കായയുടെയും കൂടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതച്ച മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്വല്പം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഒരു സ്വല്പം മുളക് പൊടി കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്, കാരണം ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. ചതച്ച മുളക് ചേർത്താലും ഒരു നുള്ളു മുളക് പൊടി ചേർക്കും കേട്ടോ, നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ചതച്ച മുളക് എനിക്ക് കൂടുതൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എരിവിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ചതച്ച മുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഒരുപാട് നേരം അതിലിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം വെന്തതാണല്ലോ. നമുക്ക് ആ ഒരു സവോളയുടെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ ആ ഒരു കൂട്ടിലേക്ക് നമ്മുടെ മുതിരയും കായും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് ഇട്ടങ്ങ് കുത്തി ഉടച്ച് കളയരുത്. ഈ ഒരു പരുവം. ഒരുപാടങ്ങ് ഈ മുതിരയും കായും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാനും പാടില്ല, എന്നാൽ കുഴയാനും പാടില്ല. ആ ഒരു പരുവം. അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം, പക്ഷേ ഉടഞ്ഞു പോകാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത്. ഈ സമയത്ത് ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുമ്പോൾ കുഴഞ്ഞു പോകും, ഒരുപാടങ്ങ് വെന്ത് കുഴയും. അപ്പോൾ അത്യാവശ്യം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. വെള്ളം നന്നായി വറ്റണം, എന്നാൽ ഓവർ ഡ്രൈ ആവാനും പാടില്ല. ആ ഒരു പരുവം. എനിക്ക് കുറച്ചിങ്ങനെ പരണ്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം, എന്നാൽ കുഴയാനും പാടില്ല. ആ ഒരു പരുവം. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാം. നല്ല പോലെ വെള്ളം ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മുതിര കൊണ്ടും പച്ചക്ക കൊണ്ടും പച്ചനേന്ത്രക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ടാവും കേട്ടോ. പച്ചക്ക വെച്ചും പച്ചനേന്ത്രക്ക വെച്ചിട്ടൊക്കെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ലപോലെ വെള്ളം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി മുകളിൽ തൂക്കി കൊടുത്തിട്ട് ഇത്തിരി നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അത് കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിലാദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.